കഷായം ഗ്രീഷ്മ ജയിലിൽ നിന്നിറങ്ങും. സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊന്ന അവനും ജയിലിൽ നിന്നിറങ്ങും. ചെന്താമര 3 പേരെ കൊന്ന ചെന്താമരയും ജയിലിൽ നിന്നിറങ്ങും. കഴിഞ്ഞ ദിവസം 5 പേരെ, സ്വന്തം അനിയനടക്കം കാമുകയടക്കം 5 പേരെ കൊന്ന അവനും ജയിലിൽ നിന്ന് ഇറങ്ങും. കഴിഞ്ഞ ദിവസം അമ്മയെ ഇഷ്ടിക വെച്ച് തലക്കടിച്ച് കൊന്ന ആ മകനും അവനും ജയിലിൽ നിന്നിറങ്ങും. രക്തബന്ധമെന്നോ സാഹോദര്യ ബന്ധമെന്നോ ഒന്നുമില്ലാത്ത അമ്മയെന്നോ സഹോദരിയെന്നോ അച്ഛനെന്നോ ഒന്നും ചിന്തിക്കാതെ കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ഓരോരുത്തന്മാരും ഈ ജയിലിൽ നിന്ന് ഇറങ്ങും. എങ്ങനെ ഇറങ്ങും? നല്ല മിടുക്കന്മാരായിട്ട്, നല്ല ആഹാരമൊക്കെ കഴിച്ച് നല്ല മിടുക്കന്മാരായിട്ട് സിനിമാ നടന്മാരെ പോലെ ജയിലിൽ നിന്ന് ഇറങ്ങും. നമ്മുടെ ജയിലിൽ നല്ല അടിപൊളി ഭക്ഷണമല്ലേ നൽകുന്നത്. ഒരു ദിവസം ചിക്കൻ, അടുത്ത ദിവസം മട്ടൻ, ബീഫ്, മീൻ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയുള്ള ഭക്ഷണമല്ല. പോരാത്തതിന് ഓരോ ദിവസം ജയിലിൽ പണിയെടുക്കുന്നതിന് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് കൂലിയും കൂടെ കൊടുക്കും. സർക്കാരുകൾ മാറി മാറി ഭരിച്ചെന്ന് പറഞ്ഞാൽ ജയിലിൽ പോകുന്നതിന് നല്ല സുഖമല്ലേ? ഇതുപോലത്തെ കൊലപാതകം ചെയ്ത് അങ്ങോട്ട് കയറി ചെന്നാൽ ഇവനൊക്കെ നല്ല ആരോഗ്യം വെക്കാൻ വേണ്ടിയുള്ള ഭക്ഷണമാണ് ജയിലിൽ കൊടുക്കുന്നത്. ഏത് സർക്കാർ ഭരിച്ചാലും ജയിലിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം മാത്രം കൊടുക്കണം. അവിടെ തൊഴിൽ ചെയ്യാൻ വരുന്നതല്ല, തൊഴിലെടുത്ത് നമ്മൾ ശമ്പളം കൊടുക്കേണ്ട ഒരു ആവശ്യം ഇവനൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ക്രിമിനലുകൾ വർദ്ധിച്ചു വരുന്നത്. ജയിലിൽ പോയാലും ശമ്പളം കിട്ടും, ജയിലിൽ പോയാൽ ഭക്ഷണം കിട്ടും, ജയിലിൽ പോയാൽ സുഖമായിട്ട് ജീവിക്കാം. നാട്ടിൽ കിടന്നാൽ ഭക്ഷണം കിട്ടത്തില്ല, ശമ്പളം കിട്ടത്തില്ല എന്നൊക്കെ കരുതി ഒരുത്തനെ കൊന്നാലും എന്ത് തെറ്റ് ചെയ്ത് അകത്തോട്ട് കയറുന്നവൻ എന്ത് കൂടി ക്രിമിനലാണെങ്കിലും അവൻ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അവൻ കൈ നിറയെ പണവുമായിട്ടാണ് അവൻ വരുന്നത്. അവൻ നല്ല ആരോഗ്യവാനായിട്ടാണ് അറിയുന്നത്. ജയിലിൽ ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും അങ്ങോട്ട് പോയാലും എനിക്കൊരു ചുക്കും സംഭവിക്കത്തില്ല എന്ന് കരുതി തന്നെയാണ് അവൻ വരുന്നത്. അതുകൊണ്ട് ജയിലിലെ രീതികൾ മാറണം. നമ്മുടെ നാട്ടിൽ അംഗനവാടി കുട്ടികൾക്ക് കഴിക്കാൻ ഒരു മുട്ട വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ല. പക്ഷേ ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകൾക്ക് അവർക്ക് വേണ്ടിയ ഭക്ഷണം കൊടുക്കാൻ പൈസ ഉണ്ട്. അംഗനവാടി കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കും ഭക്ഷണം വെച്ചുണ്ടാക്കി കൊടുക്കുന്ന ആയമാർക്ക് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല. പക്ഷെങ്കിൽ ജയിലിൽ അവിടെ കിടക്കുന്ന ക്രിമിനലുകൾക്ക് ശമ്പളം കൊടുക്കാൻ പൈസ ഉണ്ട്, അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പൈസയുണ്ട്. നമ്മുടെ നാട്ടിൽ കോവിഡ് പ്രവർത്തനങ്ങളിലടക്കം സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്ത നമ്മുടെ നാട്ടിലെ ആശാ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല. അവർ ഇന്ന് സമരം ചെയ്യുക. അടുത്ത ദിവസം മുതൽ നമ്മുടെ സ്കൂളുകളിലെ ആയമാർ സമരം ചെയ്യാൻ തുടങ്ങുകയാണ്. പക്ഷെങ്കിൽ ജയിലിൽ കിടക്കുന്നവർക്ക് ശമ്പളമുണ്ട്, ജയിലിൽ കിടക്കുന്നവർക്ക് ഭക്ഷണമുണ്ട്, ജയിലിൽ കിടക്കുന്നവർക്ക് ആരോഗ്യമുണ്ട്. കൊന്നിട്ടും കൊല വിളിച്ചിട്ടും പീഡിപ്പിച്ചിട്ടും തട്ടിപ്പറിച്ചിട്ടും അങ്ങോട്ട് ചെന്നാൽ മാത്രം മതി ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ അവിടെ ഏവന്മാരും സർക്കാരും നോക്കിയിരിപ്പുണ്ട്. അതുകൊണ്ട് ഈ നാറിയ സിസ്റ്റം മാറണം, നിയമം മാറണം. നമ്മുടെ രാജ്യത്തെ നിയമം ഒരുപാട് മാറാറുണ്ട്. ഇതുപോലെ കൊലപാതകം ചെയ്യുന്നവനും പെണ്ണ് പിടിച്ച് പീഡനം നടത്തി അങ്ങോട്ട് ചെല്ലുന്നവനെയും സംരക്ഷിക്കുന്ന നിയമം മാറണം. 4, 5, 6 കൊലപാതകം ചെയ്ത് അങ്ങോട്ട് ചെല്ലുന്നതിനെ തൂക്കിക്കൊല്ലുന്ന നിയമം തന്നെ വരണം. എന്ന് മാറും നമ്മുടെ രാജ്യം, എന്ന് മാറും നമ്മുടെ നാട്. ഈ നിയമത്തിലൊക്കെ ഒരു മാറ്റം വരേണ്ടത് തന്നെ ഉണ്ട്.